12 പേരെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നത്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ 6 പേരടങ്ങിയ സംഘവുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്ന തൊടുപുഴ സ്വദേശി സുബ്ഹാനിയെയാണ് തിരുനെൽവേലിയിൽ നിന്നും NIA പിടികൂടിയത്. വ്യാജപ്പേരിലുള്ള ഐഡിയിലൂടെയാണ് ഇയാൾ ചാറ്റ് നടത്തിയിരുന്നതെന്നാണ് വിവരം. ഇയാളെ കൊച്ചിയിലെത്തിച്ച് വിശദമായി NIA ചോദ്യം ചെയ്യും. ഇതോടെ IS ബന്ധം കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 7ആയി. കേസിൽ നിർണായകമായ വിവരങ്ങൾ NIA ശേഖരിച്ചു. പ്രതികൾ വിദേശത്തുള്ളവരുമായി നടത്തിയ ഇന്റർനെറ്റ് ചാറ്റിംഗിന്റെ വിശദാംശങ്ങൾ NIA ദില്ലിയിൽ പരിശോധിച്ചു. മതപരമായ കാര്യങ്ങളും ഒപ്പം വിധ്വംസക സ്വഭാവമുള്ള സന്ദേശങ്ങളും അടങ്ങിയതാണ് ചാറ്റിങ്ങുകളുടെ ഉള്ളടക്കം. അതേസമയം പ്രതികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ആഴ്ചകൾക്ക് മുമ്പേ സംസ്ഥാന ഇന്റലിജൻസ് ട്രാക്ക് ചെയ്ത് നടത്തിയ അന്വേഷണവും നിർണായകമായി. ഉമർ അൽ ഹിന്ദി എന്ന മൻസീദ് അടക്കം 10 പേരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ചില ബ്ലോഗുകൾ നിരീക്ഷിച്ചതും അന്വേഷണത്തിന് സഹായകമായി. അതേസമയം കേസിൽ അറസ്റ്റിലായ കുറ്റ്യാടി സ്വദേശികളായ ജാസിം, റംഷാദ് എന്നിവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞെട്ടലുണ്ടാക്കിയെന്നായിരുന്നു നാട്ടുകാരുടെ പ്രതികരണം. ഇത് നമ്മൾ അറിഞ്ഞത് നെട്ടലോട് കൂടിയാണ് ഈ പ്രദേശവാസികളെല്ലാം കാണുന്നത്. നല്ല ഫാമിലി ആയിട്ട് നല്ല ബന്ധപ്പാടും കാര്യങ്ങളും ഉള്ളതാണ്. നല്ലൊരു ഫാമിലിയാണ്. ഇത്രയും വലിയ ഒരു ഭീകര സംഘടനയുടെ വേരുകൾ നമ്മുടെ നാട്ടിലും ഉണ്ടെന്നറിയുമ്പോൾ വളരെയധികം ഞെട്ടലോടുകൂടി തന്നെയാണ് സമീപവാസികളൊക്കെ തന്നെ ഇതിനെ നോക്കിക്കാണുന്നത്. ഇരുവരുടെയും വീടുകൾ അടച്ചിട്ട നിലയിലാണ്. അടുത്തിടെയായി ഇവരുടെ വേഷത്തിലും രൂപത്തിലുമൊക്കെ ചില മാറ്റങ്ങൾ കണ്ടിരുന്നതായും നാട്ടുകാരിൽ ചിലർ പറയുന്നു. ദില്ലിയിൽ നിന്നും B ബാലഗോപാലിനൊപ്പം KR സാജു, റിപ്പോർട്ടർ, കോഴിക്കോട്.